ഉണ്ടായിരുന്നു കേട്ടോ. അവനും ചെറുതായിട്ട് പേടിയുണ്ടാകുന്ന കാരണം ഞങ്ങൾ മതിലിൽ പറ്റി ചാരി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ താഴോട്ട് പോകുമ്പോൾ തല ഇറങ്ങുന്നേ. ദേണ്ടേ ആ കാണുന്ന ഇത് കണ്ടോ, അതിൻ്റെ അകത്തൊരാളിരിപ്പുണ്ട് കേട്ടോ. അത് കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരാളുണ്ടെന്ന് മനസ്സിലായത്. അതിൻ്റെ അകത്ത് ലിഫ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അത് പടി വഴി എങ്ങാണ്ട പുള്ളി അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ, അവിടെ ലിഫ്റ്റൊന്നുമില്ല. അപ്പോൾ അത്രയും പടി കയറി ആ പുള്ളിയെ സമ്മതിക്കണം. തല കറങ്ങുന്ന കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് കാട്ടുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടിയിരിക്കുന്നുണ്ടോ പുള്ളി ആ പടി എത്രയും കയറിയിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്തിരിക്കുന്നത്. സമ്മതിക്കണം. ഇവിടെ 5-6 പടി കയറിയപ്പോൾ തന്നെ ഈ അവസ്ഥയാണെങ്കിൽ ഡെയിലി ഈ കയറി ഇറങ്ങുന്നവരുടെ കാര്യം അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കടലൊക്കെ ആസ്വദിച്ച് അല്ലുവിനും കൊതു തീരുന്നവരെ അവിടെ നിന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങളെ വണ്ടി താഴെ കിടക്കുന്നവൻ കാണിച്ചു തന്നത്. എന്നിട്ട് അവൻ പറയാണ്, അയ്യോ ഒരു കൊച്ചു കാറ് താഴെ കിടക്കുന്നേ എന്ന് പറഞ്ഞു. നമ്മൾ താഴോട്ട് പോവാണ് കേട്ടോ, തിരിച്ചിറങ്ങുകയാണ്. കുറേ സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. അല്ലുവിനും അവൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തിയായി. ഇനി നമ്മൾ താഴോട്ട് പോവാണ്. താഴോട്ടും അല്ലുവിന് ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ചേട്ടനാണ് കേട്ടോ അവനെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ഈ പടി ഒരിത്തിരി എന്താണ്, നമുക്ക് ഇറങ്ങാൻ പ്രയാസമാണ്. ഇറങ്ങാനും മാത്രമല്ല കയറാനും പ്രയാസമാണ്. അത് കാരണം അവനെ എടുത്തുകൊണ്ടാണ് കേട്ടോ താഴോട്ട് ഇറങ്ങിയത്. പിന്നെ അവൻ ഓടി താഴോട്ടങ്ങ് പോയി. വരുന്ന വഴിക കുറച്ച് നേരം എനിക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ജനലിൻ്റെ സൈഡിൽ കയറിയിരുന്ന് പുറത്തോട്ട് നോക്കി. എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും വീഡിയോ എടുത്തത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി വീണ്ടും താഴോട്ട് പോവാണ്. ഈ ലിഫ്റ്റ് താഴോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ നെഞ്ചിൻ്റെ അകത്തൊരു വല്ലാത്തൊരു വെപ്രാളം പോലെ തോന്നാറുണ്ടോ? എനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നും. അങ്ങനെ നമ്മൾ താഴെ എത്തി. ലിഫ്റ്റ് ഓപ്പണായി, പുറത്തേക്ക് ഇറങ്ങി. ഇനി പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കണ്ട് പൂവിലൊക്കെ പിടിച്ച് കമ്പിയിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുള്ള എക്സ്പ്രഷൻ കണ്ടോ. എന്നിട്ട് ഈ ചേട്ടനെ കളിയാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചിമ്പാഞ്ചിയുടെ ഫ്രണ്ടിൽ നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. ഇത് കുഞ്ഞ് നമ്മളെ ബുഷ് ഓറഞ്ച് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2-3 ബുഷ് ഓറഞ്ചും ഒക്കെ പിച്ചി അവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.